ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. യേശു ശിഷ്യന്മാരെ വിളിച്ചപ്പോഴത്തേക്ക് നേരെ തിരിച്ചാണ്. ഇവന്റെ പേര് മിക്കവാറും കളയുമാർ. എന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സൗമ്യതയും താഴ്മയുള്ളവന്റെ കൂടെ കിട്ടിയിരിക്കുന്നതെല്ലാം ഇടിമക്കള്, എരിവുകാരൻ. അതായത് ഇവൻ ബ്ലൂ കോളർ ഫിഷർമാൻ 4 എണ്ണത്തിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. 4 മീൻപിടുത്തക്കാരായ 4 പേരെ അവൻ കൂടെ കൂട്ടിയിട്ടുണ്ട്. പിന്നുള്ളത് ഒരു ടാക്സ് കളക്ടറാണ്, ഇല്ലേ? മൂന്നാമത് പിന്നുള്ള 4 1 5 6ാമത്തെ ഒരാളെന്ന് പറയുന്നത് ഈ മുമ്പേ പറഞ്ഞ ഒരു എരിവുകാരനായ ശിമോൻ സെലഡ്. ഒരു ഉഗ്രവാദിയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഒരു ഉഗ്രവാദിയും, ഒരു റാഡിക്കൽ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഒരു റാഡിക്കൽ മെമ്പറേയും കൂടെ അവർ കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരുത്തൻ എന്തോ കണ്ടാലും സംശയമുള്ള ഒരു പാർട്ടിയെ. പിന്നെ ഒരാളെ കൂട്ടിയിരിക്കുന്നത് പക്ക ബിട്രയറാണ്, ധനമോഹിയും കള്ളത്തരം കാണിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഏതാണെങ്കിലും അബദ്ധം പറ്റിയതൊന്നുമല്ലല്ലോ, യേശുവിന് അബദ്ധം പറ്റിയതൊന്നുമല്ല. ഇവൻ ഇങ്ങനെ തന്നെ ആണെന്ന് അറിഞ്ഞോണ്ടല്ലേ യേശു വിളിച്ചത്, അല്ലാതൊന്നുമല്ലല്ലോ. നമ്മുടെയൊക്കെ ചിന്ത കർത്താവിന് അബദ്ധം പറ്റിയതുകൊണ്ടാണ് നമ്മളെ വിളിച്ചതെന്നാ. ഒന്നുമല്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തുവാ, നിന്റെ ഹൃദയത്തിന്റെ ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൽ പറഞ്ഞു, നിന്റെ ഹൃദയത്തിന്റെ പരമാർത്ഥം കൊണ്ടാണ് നിന്നെ വിളിച്ചതൊന്നും നീ ചിന്തിക്കുകയൊന്നും ചെയ്യരുത്. നീ ദുശാഠ്യമുള്ള ജനമാണെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. ഇതൊന്നും അറിയാൻ വയ്യാതൊന്നും വിളിച്ചതൊന്നുമല്ല. നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അത് ഓർക്കുമ്പോഴാണ് നമുക്ക്, ഞാനൊരു സ്റ്റോറിയിൽ ഇങ്ങനെ കേട്ടതാണ്. സ്ട്രീറ്റിൽ മോഷണം നടത്തി പിടിച്ച് പോലീസ് അകത്തിട്ട 2 പിള്ളേരെ, ചേട്ടനും അനിയനുമാണ്, 2 പിള്ളേരെ അവരുടെ സ്റ്റോറി വായിച്ചിട്ട് മോഷ്ടാക്കളായ 2 പിള്ളേരെ ഒരാൾ അഡോപ്റ്റ് ചെയ്തു. ആ അഡോപ്റ്റ് ചെയ്ത ആൾ തന്നെ എഴുതിയതാണ്, ഞാൻ വായിച്ചത്, കഥയല്ല, നടന്ന സംഭവമാണ്. കോർട്ടിൽ നിന്ന് അഡോപ്ഷൻ്റെ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കിക്കൊണ്ട് തിരിച്ചു പോകുമ്പോൾ പുറകിലിരുന്ന് ചേട്ടനും അനിയനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, ഇല്ല നമ്മൾ ആരാന്നൊന്നും ഇയാൾക്ക് അറിയത്തില്ലായിരുന്നു, നമ്മൾ ഒരുമാതിരി നന്നായിട്ടൊക്കെ ജീവിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അയാൾ ചിലപ്പം പുറത്താക്കിയാലും അറിയത്തില്ലെന്ന്. അപ്പോൾ ഇവർ പൊറുപൊറുക്കുന്നത് ആര് കേട്ടു? ഈ പുതിയ അപ്പൻ കേട്ടു. അപ്പോഴദ്ദേഹം ഒരു ഡിവോഷനകത്ത് അദ്ദേഹം എഴുതിയതാണ്, അവർ ചിന്തിക്കുന്നത് അവരാരാണെന്നറിയാതെ ഞാൻ അവരെ കൂട്ടിയത്. അങ്ങനൊന്നുമല്ല, അവർ കള്ളത്തരം കാണിച്ചവരും കള്ളന്മാരും മോഷ്ടാക്കളുമാണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവരെ അഡോപ്റ്റ് ചെയ്തത്. നമ്മളെ കർത്താവ് വിളിച്ചത് നമ്മൾ നല്ലവരാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടൊന്നുമല്ല. കർത്താവ് തെറ്റിദ്ധരിച്ചൊന്നും നമ്മളെ കൂടെ കൂട്ടിയൊന്നുമല്ല. നമ്മൾ കള്ളന്മാരും നമ്മൾ കുഴപ്പക്കാരും ഒക്കെയാണെന്ന് അറിയാമായിരുന്നിട്ടും കർത്താവ് എന്ത് ചെയ്തു, നമ്മളെ കൂട്ടി. എന്തൊരു സ്നേഹമാണെന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ സ്നേഹത്തിൻ്റെ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാതെയാണ് അവൻ നമ്മളെ വിളിക്കുന്നത്. നമ്മൾ ക്വാളിഫൈഡ് ആയതുകൊണ്ടല്ല. ഇംഗ്ലീഷ് സാധാരണ പറയാറുണ്ട്, God is not calling the qualified, rather he is calling people and qualify them. ദൈവം ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ അല്ല വിളിക്കുന്നത്, പ്രത്യുത അവൻ വിളിച്ചേച്ച് ക്വാളിഫൈ ചെയ്യുകയാണെന്ന്. നമ്മളൊക്കെ ക്വാളിഫൈഡ് ആയതുകൊണ്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. അവനങ്ങ് വിളിച്ചിട്ട് നമ്മളെ എന്ത് ചെയ്യുകയാണ്, ക്വാളിഫൈ ചെയ്യുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്വാളിഫൈ ചെയ്യുകയാണ്. ഓക്കെ, വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ 21 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അവൻ കഫർന്നഹൂമിലേക്ക് പോയി ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവൻ്റെ ഉപദേശത്തെങ്കിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ ഉപദേശിച്ചത്. അപ്പോൾ യേശുവിൻ്റെ മിനിസ്ട്രിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞത്, ഒന്ന്, അവൻ്റെ മിനിസ്ട്രി തുടങ്ങുമ്പോൾ അവൻ്റെ ഒരുക്കത്തിൻ്റെ കാര്യത്തിൽ, സ്നാനത്തിൻ്റെ കാര്യത്തിൽ അവൻ മനുഷ്യവർഗത്തോടുള്ള അവൻ്റെ സ്നേഹം പ്രകാശിപ്പിക്കുകയാണ്, അവൻ നമ്മളോട് ഏകീഭവിക്കുകയാണ്. 2, നമ്മൾ കണ്ടു, അവൻ ശിഷ്യന്മാരെ അവന് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക്, ശിഷ്യന്മാരെ അവൻ്റെ പ്രസംഗം അവൻ തുടങ്ങുമ്പോൾ, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന മുമ്പ് തന്നെ അവൻ്റെ ശുശ്രൂഷ അവൻ തുടങ്ങുമ്പോൾ, അവൻ തുടങ്ങുന്നത് എന്ത് തന്നെയാണ്, ഒരു വെൽക്കമിങ് ഹാൻഡ് കൊണ്ടാണ്, അല്ലാതെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു പടവാള് കാണിച്ചിട്ടല്ല. പ്രത്യുത അവൻ്റെ രാജ്യത്തിലേക്ക് ആളുകളെ സ്വീകരിക്കുന്ന ഇതെല്ലാം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ? അവൻ്റെ ശുശ്രൂഷയിൽ. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ. ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെയാണ് അവൻ വിളിക്കുന്നത്. തന്നെയല്ല, ഒരു പരിധിവരെ ലോകത്തിൽ ഒരാളും തിരഞ്ഞെടുക്കാത്ത ആളുകളെയാണ്
അവൻ വിളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട് അവൻ്റെ ഉപദേശത്തിൻ്റെ കാര്യം കാണുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നത് ഹി ഈസ് എ മാൻ വിത്ത് അതോറിറ്റി. He is a man with authority. He speaks authoritatively. അവൻ അധികാരമുള്ളവനായിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് അധികാരമുള്ളവനായിട്ട് സംസാരിക്കുന്നതെന്ന് പറയാൻ കാര്യം, ശാസ്ത്രിമാരും പരീശന്മാരും അല്ലെങ്കിൽ ശാസ്ത്രിമാർ പഠിപ്പിക്കുമ്പോൾ അവരെ പോലെ അല്ല എന്ന് പറയാൻ കഴിയും. ശാസ്ത്രിമാരുടെ ഒക്കെ പ്രത്യേകത അവരെല്ലാം പറയുന്നത് എങ്ങനെ അറിയാം, അവർ വ്യാഖ്യാനിക്കുന്നവരാണല്ലോ. അവർ പറയുന്നത് അല്ല, ആ ഭാഗം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, പിന്നെ അങ്ങനെയും പറയാം. അല്ലാതെ റബി ഷമായി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഇതിങ്ങനെയാണ്, റബി ഹില്ലേൽ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അങ്ങനെയും ആകാം. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഉറപ്പിച്ചൊരു കാര്യം പറയത്തില്ല. നമ്മൾ പണ്ട് ഒരു ടീച്ചറിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അദ്ദേഹം പുഷ്പം എന്ന് പറഞ്ഞാൽ എപ്പോഴും പുഷ്പമെന്നായി പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ സ്റ്റോറി. ഈ ചെറുക്കൻ വീട്ടിൽ ചെന്ന് പുഷ്പം പൂവ് പുഷ്പം പൂവെന്ന് വായിച്ചപ്പോഴത്തേക്ക് അപ്പൻ ചോദിച്ചു, എന്തോടാ വായിച്ചേ? പുഷ്പം പൂവ്. പുഷ്പമോ? എന്നാ പുഷ്പം? എടാ പുഷ്പം എന്ന് വായില്. ഇല്ല, ടീച്ചർ പറഞ്ഞത് പുഷ്പം എന്നാ. എടാ അയക്കറിയാൻ പറ്റില്ല, നീ പുഷ്പം പൂവ് ടീച്ചറിനോട് ഇന്ന് പറ പുഷ്പം എന്നാണെന്ന്. ഇവൻ പിറ്റേ ദിവസം ചെന്നിട്ട് പറഞ്ഞു, സാറേ ഡാഡി പറഞ്ഞല്ലോ പുഷ്പമെന്നല്ല പുഷ്പമെന്നാണെന്ന്. ഉടനെ ടീച്ചർ എന്നെ പറഞ്ഞറിയാം, അല്ല അങ്ങനെ കുട്ടി പറഞ്ഞതുപോലെയും പറയാം, പിന്നെ പുഷ്പമെന്നും പറയാമെന്ന്. കാര്യം കുട്ടി പറഞ്ഞതുപോലെ പുള്ളിക്ക് പറയാൻ അറിയത്തില്ലല്ലോ, പുഷ്പം എന്ന് പറയാൻ പുള്ളിക്ക് പറ്റില്ല. അതുകൊണ്ട് കുട്ടി പറഞ്ഞതുപോലെയും പറയാം, പിന്നെ പുഷ്പമെന്നും പറയാം. ഇതാണ് ശാസ്ത്രിമാരുടെ പ്രത്യേകത. ശാസ്ത്രിമാരുടെ ഇന്നത്തെ പല വ്യാഖ്യാതാക്കളുടെയും ഉപദേശിമാരുടെയും ഒക്കെ പ്രശ്നം ഇതാണ്. എന്ത് ചെയ്താൽ നേരെ ചൊവ്വേ ഒരു കാര്യം പറയത്തില്ല. മോനെ അങ്ങനെ അല്ലടാ ഇത് പറയുന്നത്, വേദോസം ഇങ്ങനെ പഠിപ്പിക്കുന്നത് എന്ന് പറയാനുള്ളത് എൻ്റെ ഇടം ഇല്ല. യേശുവിൻ്റെ പ്രത്യേകത അതുമല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ വ്യാഖ്യാനം പോലും ഇല്ലാതെ ഞാനോ നിങ്ങളോട് പറയുന്നത്. അതാണ് അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ സംസാരിക്കുന്നത്. അവൻ കൊട്ടേഷൻസ് അല്ല, അവൻ അധികാരമുള്ളവനാണ്. അധികാരത്തോടുകൂടെ സംസാരിക്കുന്ന യേശു. ഇവിടെ നമ്മളുടെ കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളും സംസാരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം. വി ഓൾസോ നീഡ് ടു സീ ദാറ്റ് വി ആർ സ്പീക്കിംഗ് വിത്ത് അതോറിറ്റി. ടെൽ ഇറ്റ്. അതോറിറ്റി ആരാ കാണിക്കുന്നത്? സ്നേഹമുള്ളവനെ അതോറിറ്റി കാണിക്കത്തുള്ളൂ. അല്ലാത്തവനാണ് ഇങ്ങനെ ഉഴപ്പിത്തിരിഞ്ഞ് നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സുഖിപ്പിക്കാനായിട്ട് എല്ലാവരും ആര് വന്ന് എന്തോ പറഞ്ഞാലും അല്ല ബ്രദർ പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാണെന്നറിയാമോ? ഇയാൾക്ക് ശരിക്കും സ്നേഹമില്ലാത്തതുകൊണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ എല്ലാവരെയും സൂചിപ്പിക്കാൻ നോക്കുന്നത് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. ഉണ്ടെന്തോ ആര് വന്ന് പറഞ്ഞാലും. ഒരു സഭയിൽ 2 പക്ഷക്കാരുണ്ടായി. സഭ 2 പക്ഷക്കാർ കാണുമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ 2 പക്ഷക്കാരുണ്ടായി. 2 പക്ഷക്കാരും പാസ്റ്ററെ കാണാനായിട്ട് വന്നു. അപ്പം പാസ്റ്ററെ കാണാൻ ആദ്യത്തെ പക്ഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഓരോരോ കാര്യങ്ങൾ നിരത്തി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് കേട്ടോ, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്, അങ്ങനെയാണല്ലോ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിറങ്ങിപ്പോയപ്പം മറ്റേ ഗ്രൂപ്പ് വന്നപ്പോഴും എൻ്റെ ബ്രദറെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത്, വളരെ കറക്റ്റാണ് കേട്ടോ, നിങ്ങൾ പറഞ്ഞതാണ് ശരി. ഇവരും പോയി കഴിഞ്ഞപ്പം ഭാര്യ വന്നിട്ട് നിങ്ങൾ എന്തോ മനുഷ്യനാ, അവർ വന്നപ്പം പറഞ്ഞു അവർ പറഞ്ഞതാ ശരിയെന്ന്, ഇവർ വന്നപ്പം പറഞ്ഞു ഇവർ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾക്കൊരു അഭിപ്രായമില്ലേ? ഇയാളെന്നെ പറഞ്ഞറിയോ, നീ പറഞ്ഞത് വളരെ ശരിയാ, നീ പറഞ്ഞത് വളരെ ശരി, നീ പറഞ്ഞതാ ശരി. ആരെയും പിണക്കാത്ത കുറച്ച് പാർട്ടികളുണ്ട്. എന്തുകൊണ്ടാ? അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു അതോറിറ്റീവായിട്ട് സംസാരിക്കാൻ അവർക്ക് ആഗ്രഹമില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they are not concerned about people. അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. ഇഫ് യു ഹാവ് ലവ്, വേദനിച്ചാലും നമ്മൾ എന്ത് ചെയ്യും? അവരെ സത്യത്തിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് ഇന്നിപ്പോൾ ആർക്കും എന്തും പറഞ്ഞിട്ട് പിന്നെയും മാറ്റി പറയാൻ. ഈയിടെ സഭയിൽ ചേർച്ചിൽ എന്തോ പ്രശ്നമുണ്ടായി. ഒരു പ്രശ്നമേ ഉള്ളല്ലോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ബ്രദറെ വാക്ക് മാറ്റി പറയല്ലോ കേട്ടോ എന്ന് മറ്റേ ആൾ പറഞ്ഞപ്പം ഞാൻ പിന്നെ എന്നാ മാറ്റാൻ, എനിക്ക് മാറാൻ പറ്റുമോ? ആകെപ്പാടെ മാറ്റാൻ പറ്റുന്നത് എന്താണ്? ഞാൻ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ എനിക്കിപ്പം വാക്കല്ലാതെ പിന്നെന്തോ ഞാൻ മാറ്റുന്നത്? വാക്ക് മാറ്റി പറയുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം ചോദിക്കുന്നത്, നമ്മൾ ഇവരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാനോ നിങ്ങളോട് പറയുന്നത് അതോറിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം കാണിക്കാൻ വേണ്ടിയല്ല, നമുക്ക് അവനോടുള്ള സ്നേഹമാണ്. മോനെ നീ കാണിക്കുന്നത് ശരിയാവില്ല എന്ന് പറയാൻ.
ഒരു പത്രക്കാരൻ പയ്യൻ ഒരിക്കലും ഇങ്ങനെ മാറി 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 പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് ഒരു ചായ വാങ്ങിച്ചോട്ട് ഒരു ഹോട്ടലിൽ എത്തി പറഞ്ഞു, മോനെ ഞാൻ നിന്നെ വിളിച്ച് ഈ ചായ വാങ്ങിച്ചു തരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നീ ഇങ്ങനെ പോയാൽ സ്വർഗത്തിൽ പോകത്തില്ല, 100% പോകത്തില്ല പോലെ, അതുകൊണ്ട് നീ ചേഞ്ച് ആയാലേ പറ്റുള്ളൂ. അങ്ങനെ തന്നെ പറഞ്ഞു, ഇങ്ങനെ നീ പോയാൽ നീ സ്വർഗത്തിൽ പോകത്തില്ല. അവൻ നല്ല ചെറുക്കനായതുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അച്ഛാ പിടിച്ചു നിൽക്കണ്ടേ. ഞാൻ പറഞ്ഞു അതാ പ്രശ്നം. എന്തിനാ പിടിച്ചു നിൽക്കുന്നത്? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നിൽക്കുകയല്ല, അവൻ നിർത്തുകയാണ്. നീ പിടിച്ചാൽ എത്ര പിടിച്ചു നിൽക്കും? നീ ദൈവം നിർത്തണം. ഞാൻ എന്തുകൊണ്ട് അവൻ്റെ അടുത്ത് എനിക്കെന്താ പ്രശ്നം? ഞാൻ ചിന്തിക്കുന്നത് നോർമൽ വേയിൽ മനുഷ്യൻ ചിന്തിക്കുന്നത്, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, അവൻ എവിടെയെങ്കിലും പോട്ടെ. ഇതാ ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകമായ ഇന്ന് ഈവൻ ശുശ്രൂഷകളുടെ കാര്യത്തിൽ എവിടെയും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടയന്മാർക്കാണെങ്കിലും ആടുകൾ നന്നാകണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. പലരുടെയും ചിന്ത, 3 കൊല്ലം എങ്ങനെയെങ്കിലും ഇവിടെ കാണാൻ ഇരിക്കണം ബ്രദറെ, അത് കഴിഞ്ഞിട്ട് അങ്ങ് പോകണം, അല്ല നമ്മൾ വന്ന് ഇവന്മാരെ നന്നാക്കാൻ ഇവന്മാർ നന്നാകും. ഞാനിത് പറയുന്നത് വെറുതെ ഒന്നുമല്ല, ഇങ്ങനെ ഇതേ വാക്കുകൾ തന്നെ പറയുന്ന ഉപദേശിമാർ ഇഷ്ടം പോലെ ഉണ്ട്. കാര്യം they don't love people. യേശു അങ്ങനല്ല, യേശുവിൻ്റെ ശിഷ്യനും അങ്ങനല്ല. കാരണം സ്നേഹമുണ്ടെങ്കിൽ ശാസനയുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ അവൻ എന്താണ്, കർത്താവ് സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. ശാസനയുണ്ട്. അതിപ്പം ശാസിക്കാൻ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള അധികാരം നടത്തുന്നത് ഞാൻ പ്രസിഡന്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടല്ല. പ്രസിഡന്റിന്റെ അധികാരമൊന്നും അല്ല അധികാരം. പ്രസിഡന്റ് അല്ലെങ്കിൽ മാറും, ഇല്ലേ? അതുകൊണ്ടാണല്ലോ പ്രസിഡന്റ് ആകാൻ ഇത്രയും കിടന്ന് പാടുപെടുന്നത്. കാര്യം പ്രസിഡന്റ് അല്ലെങ്കിൽ പിന്നെ അയാളെ ആർക്കും വേണ്ട, അയാളെ ആരും മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, പണ്ടൊക്കെ ഉള്ള ആളുകൾക്കറിയാം, നമ്മുടെ സഭകളിലൊക്കെ പ്രായമുള്ള ചില ആളുകൾ അവർ പ്രസിഡന്റ് ആയിട്ടാണോ അവരെ നമ്മൾ അനുസരിച്ചത്? ആണോ? എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പറയും, മോനെ നിർത്തലാ അവിടെ, ഇന്നോ നിർത്തലാന്ന് പറഞ്ഞാൽ ഇയാൾ അങ്ങോട്ട് നിൽക്കുക എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വന്നു, ഇല്ലേ? പണ്ട് മനുഷ്യന് എന്താണ്, പ്രായമുള്ളവരൊക്കെ നമ്മൾ അനുസരിച്ച് എന്തുകൊണ്ടാണ്? ആ മനുഷ്യൻ എന്നോട് ഇനി സംസാരിക്കരുത്, നീ നിർത്ത് എന്ന് പറഞ്ഞത് അയാൾക്ക് വേണ്ടിയല്ല, അയാൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നുള്ള ബോധ്യം. സ്നേഹത്തിലാണ് അധികാരം, അല്ലാതെ പദവിയിലല്ല അധികാരം. ഇന്നത്തെ പ്രശ്നം പദവിയിലാണ് അധികാരം. അത് ദൈവസഭയുടെ സിസ്റ്റം അല്ല. ഞാൻ പ്രസിഡന്റ് ആയതുകൊണ്ട് എന്നെ അനുസരിക്കണമെന്ന് പറയുന്നത് ദൈവസഭയുടെ സിസ്റ്റം അല്ല. എന്നെ നീ അനുസരിക്കണമെന്ന് പറയേണ്ട കാര്യം പോലും ഇല്ലല്ലോ. അനുസരിക്കുമല്ലോ. എന്തുകൊണ്ട് അനുസരിക്കും? നമ്മൾ സ്നേഹിക്കുന്നെന്ന് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുസരിക്കും, ഇല്ലേ? പക്ഷെ നമുക്കിന്ന് സ്നേഹമില്ല. കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പോൾ ആളുകളോട് ചോദിക്കാറുണ്ട്, ഈ സഭ പാസ്റ്റർക്ക് വേണ്ടിയാണോ അതോ പാസ്റ്റർ സഭയ്ക്ക് വേണ്ടിയാണോ? സഭയുടെ കാര്യം പോട്ടെ, എന്തും. ഇന്നിപ്പം നമ്മുടെ ഒത്തിരി ശുശ്രൂഷകളും മിഷനും ഒത്തിരി ഉണ്ടല്ലോ. ഈ മിഷൻ തന്നെ നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത് ആർക്ക് വേണ്ടിയാണ്? ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണോ ഇവർക്ക് വേണ്ടിയാണോ? ഞാൻ ഒരിക്കലും ഒരു അനാഥശാല നടത്തുന്ന ഒരാളെ കണ്ടിങ്ങനെ സംസാരിച്ചതല്ല. ഞാൻ ചോദിച്ചു, നീ എവിടെ ആയിരുന്നു? നമുക്കറിയാവുന്നൊരു പയ്യനാണ്. അച്ഛാ ഞാൻ ഗ്രാമത്തിൽ പോയിരുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് ഗ്രാമത്തിൽ വർക്കൊന്നും ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഗ്രാമത്തിൽ പോയെ? അച്ഛാ പിള്ളേരില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, എന്താ പിള്ളേരില്ല? അനാഥ പിള്ളേരില്ല അച്ഛാ. അനാഥശാല നടത്തുന്ന ആളാ. ഞാൻ പറഞ്ഞത് അത് നല്ല കാര്യമല്ലേ മോനെ, ഇന്ത്യയിൽ അനാഥ പിള്ളേരില്ലെന്നുള്ളൊരു ദിവസം കേൾക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുക. കാര്യം അനാഥ പിള്ളേരില്ല എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ? പിന്നെ നമ്മളെങ്ങനെയാ ജീവിക്കുന്നത്? അപ്പൊ അനാഥശാല പൂട്ടിയാൽ നടത്തുന്നവൻ അനാഥനായി പോകും. അതാ പ്രശ്നം. അനാഥശാല പൂട്ടിയാൽ പിള്ളേർക്കല്ല പ്രശ്നം, ആർക്കാണ്? നടത്തുന്നവൻ അനാഥനായി പോകും. അവൻ പാവമായതുകൊണ്ട് പിന്നെ നമ്മളെങ്ങനെയാ ജീവിക്കുന്നതെന്ന് ചോദിക്കാത്തവരും ജീവിക്കുന്നു അങ്ങനെയാ. ഇതാണോ മിഷൻ? ഈസ് ഇറ്റ് എ മിഷൻ? നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? അവിടെ ഞാൻ പറഞ്ഞത്, അനാഥശാല നടത്തുന്നതിന് വേണ്ടിയും ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? ഇപ്പം പലപ്പോഴും നടത്തുന്നവർക്ക് വേണ്ടിയും. അത് മിഷനല്ല, അത് ദൈവികമല്ല. നമ്മൾ കൊടുക്കാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. വി ആർ ഹിയർ ടു സ്പെൻഡ്, വി ആർ ഹിയർ ടു ലിവ് ഫോർ അതേഴ്സ്. എനിക്കൊരു മിഷൻ ഉണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയല്ല. ഞാൻ എപ്പോഴും ടാങ്ക എന്ന് പറയുന്നത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഞാൻ ഒരു സ്ഥലത്തൊരു ക്രൂസൈഡിൽ പ്രസംഗിക്കുക. ക്രൂസൈഡിൽ ഞാൻ അവിടെ ചെല്ലുന്നത് കുറച്ച് താമസിച്ചാണ് ചെല്ലുന്നത്. മീൻസ് ട്രാവൽ ചെയ്ത് ഒത്തിരി 10,200 കിലോമീറ്റർ വഴിയിൽ, നല്ല വഴിയുമല്ല. അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ക്രൂസൈഡ് തുടങ്ങി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 4 o'clock. 4 o'clock നമ്മളെ തുടങ്ങി. 4 o'clock ആയ സമയത്താണ്. 4 to 7 നമ്മൾ പരസ്യം ക്രൂസൈഡിലൂടെ വെച്ചിരിക്കുന്നത്. 4 to 7:30. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു ചന്തയാ. അവിടെ ഒരു 500 മുതൽ 700 കടകളുണ്ട്. അല്ല, ഈ ചിന്തിക്കട എന്നൊക്കെ പറയുന്നത് കൊച്ചു കടകളാണ്. ഈ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എല്ലാം വിൽക്കുന്ന കടയാണ്. അപ്പം ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര തകൃതിയായ കച്ചവടമാണ്. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 7:30 ആയി. നോക്കിയപ്പോഴത്തേക്ക് ഒറ്റ കട പോലും ഇല്ല അവിടെ. കാര്യം ഇവരിതിൻ്റെ തൂണ് പോലും ഒരു ഉന്തുവണ്ടിയെ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോൾ ഇത് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും.
വൈകുന്നേരം 7 മണിയാകുമ്പം തൂൺ ഉൾപ്പെടെ അഴിച്ചുകൊണ്ട് അവർ വീട്ടിൽ കൊണ്ടുപോകും. കാര്യം തൂൺ അവിടെ കിടന്നാലും തിരിച്ചു വരുമ്പോൾ കാണത്തില്ല ചിലപ്പം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്തങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങിൻ മുമ്പേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം